ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കാനഡയിൽ ആദ്യത്തെ കൂലിയുടെ ഷോ കണ്ടിരിക്കുകയാണ്. അപ്പോൾ പടമൊക്കെ കണ്ടു ഇറങ്ങി ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാത്രി 12:30 ഫസ്റ്റ് ഷോ 9:30 അപ്പം അത് കണ്ട് ഫുള്ളായിരുന്നു. തമിഴ് ഓഡിയൻസും മലയാളീസും ഒക്കെ ഉണ്ടായിരുന്നു. പടം കൊള്ളാൻ, കുഴപ്പമൊന്നുമില്ല അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ജയിലറിന്റെ അത്ര ഇല്ല. എന്നാ പ്രശ്നം? എന്നാ അതിന്? ജയിലറിന്റെ അത്ര ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. നമ്മൾ പിന്നെ അങ്ങനെ LCU ആയിരിക്കുമോ അല്ലയോ ഒക്കെ കണ്ടു നോക്കുക. എല്ലാവരും കണ്ടു കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ നിന്ന് സൗബിനുണ്ട്. ഇപ്പൊ സൗബിനൊക്കെ അടിപൊളി ക്യാരക്ടറാണ്, സൂപ്പർ ക്യാരക്ടറാണ് കിട്ടിയത്. അതുപോലെ നാഗാർജുന ഉണ്ട്, ഉപേന്ദ്ര ഉണ്ട്, അമീർ ഖാൻ ഉണ്ട്. അപ്പം അവരവരുടെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ സൗബിന് നല്ല അടിപൊളി ക്യാരക്ടറാണ്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മളത്ര ഒന്നും പ്രതീക്ഷയില്ല അല്ലേ? സൗബിന് അത്രയും നല്ല ക്യാരക്ടർ കിട്ടുമെന്ന്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. പിന്നെ ചില ഓഡിയൻസ് ഒക്കെ പറയുന്നത് വെച്ചാൽ അവർ LCU പ്രതീക്ഷിച്ചു, അപ്പൊ LCUവിനകത്ത് ഒന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഡിപ്പെൻഡ്. നമ്മളതൊന്നും പ്രതീക്ഷയില്ല. പക്ഷെ ഒരു മാസ പടം കാണാമല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആശാത്തിയോട് ചോദിച്ചു, ജയിലറാണോ അതോ നമുക്ക് കൂലിയാണോ ഇഷ്ടപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞപ്പോ എന്നാ പറഞ്ഞേ? ജയിലറാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ നമ്മുടെ ലാലേട്ടനോട് അവരൊക്കെ വരുമ്പോഴുള്ള സ്വാഗ് അതൊന്നും നമുക്ക് അത്ര ഫീൽ ചെയ്തില്ല. പോരായിരുന്നു. BGM ഇപ്പൊ ജയിലറിനെ കമ്പാരിസൺ അല്ല, എന്നാലും ജയിലറാണല്ലോ നമ്മളെ ഒരു പിടിച്ച് എല്ലാത്തിലും വിസിലടി, കയ്യടി എല്ലാം. ലാലേട്ടനൊക്കെ വരുമ്പോ എന്താണ്, ആകെ 1-2 സീനേ ഉള്ളെങ്കിലും നമ്മൾ പൊളിച്ചിറങ്ങി പോകുന്നതാണ് അതിനകത്ത്. അപ്പം പക്ഷെ അതുപോലെ ഇപ്പം നമ്മൾ ശിവാണ്ണൻ, കന്നഡയിൽ നിന്ന് ശിവാണ്ണൻ വന്നു. പുള്ളിയൊക്കെ ചുമ്മാ സിഗരറ്റും വലിച്ചിഞ്ഞ് വന്ന് നിന്ന് ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്തിട്ട് പോയത്. പക്ഷെ അതുപോലെ നമുക്കിവിടെ ഒരു ഇത് ഞങ്ങൾക്ക് പേഴ്സണലി കിട്ടിയില്ല. പക്ഷെ കുഴപ്പമില്ല. പടം റോബോട്ടിക് ക്യാമറയൊക്കെ വെച്ച് ആവശ്യത്തിനൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കൊള്ളാം. ഒരു തവണ എന്തായാലും കാണാം, അതിന് പ്രശ്നമൊന്നും ഇല്ല അല്ലെ? അങ്ങനെ ബോറടിയൊന്നും ഇല്ല. നമ്മളൊന്ന് ലോ ആയിട്ട് വരുമെന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരൊറ്റ ഹൈപ്പ് വരും. പിന്നെ പടപടപടയെന്ന് ഒരു പോക്കാണ് അങ്ങോട്ട് ലാസ്റ്റ് വരെ. പിന്നെ ലാസ്റ്റിലൊരു ക്യാമിയോ വരുന്നുണ്ട്. അപ്പൊ അവരും നായകനും തമ്മിലുള്ള ഒരു പഴയകാല ഇതും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. പിന്നെ അവർ ഉപയോഗിച്ചേക്കുന്ന ടെക്നിക്കൽ വൈസ് ഒക്കെ ആണെങ്കിലും നല്ലതാണ്. ക്യാമറ ഉപയോഗിച്ചത് ഇപ്പൊ ഗിരീഷ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. ഇപ്പൊ ലോകേഷിന്റെ മിക്ക പടത്തിലും പുള്ളി തന്നെയാണ്. അപ്പൊ പുള്ളിയുടെ ഒരു ക്യാമറ വർക്ക് എന്നൊക്കെ പറയുന്നത് കൊള്ളാം അല്ലേ? കളറിങ്ങും നന്നായിട്ടുണ്ട്. റോബോട്ടിക് ക്യാമറ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ വിക്രമാണോ കൂലിയാണോ ജയിലറാണോ അല്ല, വിക്രമാണോ കൂലിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു വിക്രം തന്നെ ആയിരിക്കും ഇഷ്ടപ്പെടുക. ഞങ്ങൾക്ക് പേഴ്സണലി കേട്ടോ, ഓരോരുത്തർക്ക് വേറെയാണ്. ഈ സിനിമ പോയി കാണുക എല്ലാവരും, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വളരെ മോശം നമ്മുടെ സമയം പോകും അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് എന്തായാലും നമുക്ക് അത് ഫീൽ ചെയ്തു. ഇച്ചിരി ഒരു ഇമോഷണൽ പരിപാടികളും ഉണ്ട്, ഫാമിലി പാസങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. പാസമൊന്നും ഇല്ല, അങ്ങനെ ഓവർ പാസമൊന്നും ഇല്ല, എന്നാലും അതും കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും എല്ലാത്തിലൂടെ കടന്നു പോകുന്നൊരു നല്ല സിനിമയായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഇനി ഇപ്പൊ ജയിലറാണോ മറ്റേ കൂലിയാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ജയിലറിനെ പറയുള്ളൂ. അപ്പൊ അതാണ് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ. ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് പറയുന്ന സംഭവമാണ്. അപ്പൊ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ താങ്ക് യു. ഓക്കെ, ബൈ.